നമുക്കൊരുമിക്കാം അവർ പഠിക്കട്ടെ എന്ന സന്ദേശമുയർത്തി മുരിക്കുംവയൽ ഗവൺമെന്റ് LP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കുമായി ഡിവൈഎഫ്ഐ നടത്തിവന്നിരുന്ന സൗജന്യ പഠനോപകരണ വിതരണം ഈ കുറിയിൽ നടത്തി. കഴിഞ്ഞ 5 വർഷമായി സ്കൂളിൽ തുടർച്ചയായി നടത്തിപ്പോന്നിരുന്ന വിതരണോദ്ഘാടനത്തിന് ഈ വർഷം പഞ്ചായത്ത് ഭരണസമിതി അനുമതി നിഷേധിച്ചതായി ഡിവൈഎഫ്ഐ ആരോപിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തുവെച്ച് ഡിവൈഎഫ്ഐ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം CPIM ഏരിയ സെക്രട്ടറി ഷെമി അഹമ്മദ് നിർവഹിച്ചു. എല്ലാ വിദ്യാലയങ്ങൾക്കുള്ളിലുമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ മാത്രമാണ് ഇത്തരത്തിലേക്കുള്ള സഹായം ചെയ്യുന്നതെന്ന അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല. ഈ നാട്ടിലെ സാധാരണക്കാരെ രക്ഷിതാക്കൾക്ക് മെയ് മാസമാകുമ്പോൾ അവരുടെ നെഞ്ചിൽ വലിയ മിടിപ്പാണ്. ജൂൺ മാസത്തിൽ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ അവരുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളെല്ലാം എത്തിക്കുവാൻ തുച്ഛമായ അവരുടെ വരുമാനം തികയാതെ വരും. അതിൽ ആകുലരാകുന്ന മാതാപിതാക്കളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാനമെമ്പാടും ഇത്തരത്തിൽ പഠനോപകരണം വിതരണം ചെയ്യുന്നത്. അതാവട്ടെ സ്കൂളുകൾക്കുള്ളിലാണ് സംസ്ഥാനത്തെമ്പാടും നടക്കുന്നത്. ദൗർഭാഗ്യവശാൽ സങ്കുചിത ചിന്താഗതിക്കാരായ മുണ്ടക്കയത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവർക്ക് പഞ്ചായത്തിന്റെ ഭരണം കരഗതമായി വന്നപ്പോൾ സ്കൂളുകൾക്കുള്ളിൽ ഇത് നടത്തേണ്ടതില്ല എന്ന വികലമായ തീരുമാനത്തിലേക്ക് വരികയാണ്. സാധാരണക്കാരായ കുട്ടികൾക്ക് ഏതു രാഷ്ട്രീയ പാർട്ടിയും ഏത് യുവജന സംഘടനയും ഇത്തരത്തിൽ പഠനോപകരണം വിതരണം ചെയ്താലും അത് സംസ്ഥാനം ഭരിക്കുന്നത് ഏത് പാർട്ടിയാവട്ടെ, ജില്ലാ പഞ്ചായത്ത് അംഗം ഏത് പാർട്ടിയുടേതാവട്ടെ എന്ന് നോക്കാതെ സ്കൂളിനകത്ത് കൊടുക്കുന്നതിന് ഡിവൈഎഫ്ഐ കഴിഞ്ഞ കാലത്ത് എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് നൽകുന്ന ഈ സഹായത്തിൽ രാഷ്ട്രീയം കലർത്തിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നാളുകളിൽ ഇതിന് മറുപടി പറയേണ്ടി വരും. മേഖലാ പ്രസിഡന്റ് ബിബിൻ വിശ്വനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ജിതിൻ M ജെയിൻ സ്വാഗതം ആശംസിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ലുനു K ജോൺ, പ്രസിഡന്റ് റിനോഷ് K രാജൻ, നേതാക്കളായ അജിത P സതീഷ്, അൽ റിയാസ്, അഖിൽ, മനു, അമൽ, അനുമോൻ, സുകേഷ്, CPIM ലോക്കൽ സെക്രട്ടറി PK പ്രദീപ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.